Hello everyone and welcome. I'm so excited that you are here. ഞാൻ ഏകദേശം ഒരു 1 ഇയറോളായി യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്തത്. കുറേ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു സോഷ്യൽ മീഡിയ ഡീറ്റോക്സിലായിരുന്നു. കുറച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കി കുറച്ച് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് എൻ്റെ കരിയർ റിലേറ്റഡിലായിപ്പോയി. അപ്പോൾ ബാക്കി കുറേ കാര്യങ്ങളിൽ ഫോക്കസ് വിട്ടുപോയി. അപ്പം അതൊക്കെ റീഗെയിൻ ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പം പിന്നെയും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത്. 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ഞാനൊരു വിഷൻ ബോർഡ് പോലെ സെറ്റാക്കിയതാണ്. അതിൽ യൂട്യൂബും ഉണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഈ തിരിച്ചുവരവിൻ്റെ ലക്ഷ്യം ഒരു 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചാണ്. ആക്ച്വലി ആ ഒരു ഫേസിൽ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസൊക്കെ എടുത്ത് കൂടുതൽ ഹെൽത്തും കൂടി ഫോക്കസ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ട് വരണം എന്നായിരുന്നു. ബട്ട് അത് നടന്നില്ല. ബിക്കോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ എന്തായാലും ഞാനിങ്ങനെ വെയിറ്റ് ലോസ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ കൂടുതൽ അക്കൗണ്ടബിൾ ആകും എന്ന് എനിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ഭയങ്കര ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ജിമ്മിലൊക്കെ മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ ഓവർ വെയിറ്റോ കാര്യങ്ങളോ പലപ്പോഴും ആവാറില്ല. ഞാൻ നോർമലി എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റൊക്കെ ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ അടുത്തൊരു ഫ്രാക്ചർ നടന്നു. അതിന് മുന്നേ തൊട്ടേ ഞാൻ ഫുഡിൻ്റെ കൺട്രോൾ കുറവ് കൊണ്ട് വെയിറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഫ്രാക്ചർ നടന്നതിന് ശേഷം ഞാൻ വെയിറ്റ് കുറച്ചുകൂടി കൂടി. ഇപ്പം എൻ്റെ റെക്കോർഡ് വെയിറ്റ് 71 kgs നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് നോർമലിലേക്ക് ആക്കിയില്ലെങ്കിൽ ഞാൻ ഒബീസറാവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഒരു റൈറ്റ് ടൈമാണ് ഗെറ്റ് ബാക്ക് ടു മൈ ഫിറ്റ്നസ് ജേണി. ഞാൻ പലപ്പോഴും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡയറ്റ് എന്ന് വെച്ചാൽ ഫാൻസി ഡയറ്റ്സ് ഒന്നുമല്ല, ഡയറ്റ് ഫോളോ ചെയ്തിട്ട് വർക്കൗട്ട്സ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ടായിരുന്നു. സൂംബ ഡാൻസ് ആയിരുന്നു ചെയ്യാറ്. അപ്പോൾ അങ്ങനെയൊക്കെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരുന്ന ഒരാളാണ്. ബട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഫുഡ് കൺട്രോളൊന്നും പറ്റാതാവുമ്പോൾ ആണ് കാര്യങ്ങൾ പ്രശ്നമാകുന്നത്. അപ്പോൾ ഈ ഒരു ഇടയിൽ ഫ്രാക്ചർ നടന്ന് ബെഡ് റെസ്റ്റ് ആയപ്പോൾ ഫുഡ് കൺട്രോൾ തീരെയില്ല. ഫുഡ് നല്ലോണം കഴിക്കും. അമ്മ കൊണ്ടുത്തരുന്ന ഫുഡൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി കൺട്രോൾ വേണം, എന്നാലേ ശരിയാവും. ഇല്ലെങ്കിൽ ഞാനങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 30 ഡേയ്സിൽ ഒതുങ്ങുമൊന്നുമില്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ബട്ട് ഇപ്പോൾ ഒരു 30 ഡേയ്സ് നമുക്കിപ്പോൾ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 21 ഡേയ്സ് വേണം. അപ്പോൾ ആ 21 ഡേയ്സ് നമ്മൾ ഒരു സാധനം കഷ്ടപ്പെട്ടാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഹാബിറ്റായി മാറിക്കൊള്ളും. അത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഒരു 30 ഡേയ്സ് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 30 ഡേയ്സ് ആക്കിയതാണ്. കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു 30 ഡേയ്സ് കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊണ്ടുപോകാൻ ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകാൻ ഈസിയാണ്. ഹാബിറ്റ് ആവും നമുക്കത്. അപ്പോൾ ഈ ഒരു 30 ഡേയ്സിൽ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ചിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആസ് എ കംപ്ലീറ്റ് ബിഗിന്നർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. കാരണം ഞാനും ഒരു ബിഗിന്നർ ആയിരുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു വെയിറ്റ് ലോസും ഫുഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ കാലറി കൗണ്ട് ചെയ്ത് ട്രാക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഈസിയാണ്. ബട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ദിവസം അത് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫുഡ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് ഇങ്ങനെയൊക്കെ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് ഫുഡ്സ് ഉണ്ടാവും, കൂടുതൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് തോന്നുന്ന ഫുഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊരു സെൽഫ് അനാലിസിസ് ആണ്. നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്നുള്ളതൊരു സെൽഫ് അനാലിസിസ് ആണ്. നമ്മളല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കഴിക്കും. അപ്പോൾ അതൊരു കൂടുതൽ രണ്ടാമത് ചിന്തിച്ചിട്ടൊന്നല്ല കഴിക്കുന്നത്. നമുക്കത് ഇവിടെ ഉണ്ട് അപ്പോൾ കഴിക്കും. അങ്ങനെയല്ല, നമ്മൾ
ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഇന്നതൊക്കെ കഴിച്ചു എന്നുള്ളത് മനസ്സിലാവുമ്പോൾ ഇന്നതൊക്കെ കഴിക്കണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് ട്രാക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പം അത് ആദ്യമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പല പല ബിഞ്ച് ഈറ്റിംഗ് ഉണ്ടോ എല്ലാവർക്കും എന്ന് നമുക്കറിയില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ബട്ട് ചില സമയങ്ങളിലുണ്ടാകും. വിശന്നിട്ടല്ല, വെറുതെ ഇങ്ങനെ കഴിക്കാം. അപ്പോൾ അത് ഈ ഒരു ട്രാക്കിങ്ങിലൂടെ അത് നമുക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് കാലറി കൗണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ബോഡിയിൽ നമ്മൾ റെസ്റ്റ് ടൈമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഓർഗൻസ് ഉണ്ടല്ലോ, ആ ഓർഗൻസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എനർജി വേണം. ആ എനർജിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ആക്ടിവിറ്റി ലെവലൊന്നും ഇല്ലാതെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് കുറച്ച് എനർജി ആവശ്യമുണ്ട്. വെയിറ്റ് ലോസ് വേണ്ട ആൾക്കാർ കാലറി ഡെഫിസിറ്റ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതൊരു 500 കാലറീസ് വരെ നമ്മൾ കുറച്ചിട്ടാണ് കാലറി ഡെഫിസിറ്റിൽ ഫുഡ് കഴിക്കുന്നത്. ഈ കാലറി കൗണ്ടും കാര്യങ്ങളെല്ലാം മീൻസ് നമ്മൾ എത്ര കാലറീസ് കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോയിൽ പറയാം. ഇപ്പം നമ്മൾ ഈ ഒരു കാലറി ഉണ്ടാവുമല്ലോ, നമ്മൾ ആക്ടിവിറ്റി ലെവലിനനുസരിച്ച് നമ്മളെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡയറ്റൊന്നും ഇപ്പം നിങ്ങൾ പോർഷൻ കൺട്രോൾ ഒന്നും ചെയ്യാതെ ഒരു ദിവസം എന്ത് ചെയ്യാം, നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നു, നോർമലി നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് പോലെ ട്രാക്ക് ചെയ്യാം. ഞാൻ ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന കാലറി ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പിലൂടെയാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോർമലി കഴിക്കുന്നത് ട്രാക്ക് ചെയ്യാം. അത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കാലറി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് ഡെയിലി എന്നുള്ളത്. അപ്പോൾ ഈ കാലറി കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ എത്ര കഴിക്കണം എന്നുള്ളത് അത് കാലറി ഡെഫിസിറ്റും കൂടി ആയി നോക്കിയിട്ട് ഇത്ര കാലറിയിലേക്ക് നിങ്ങൾ കുറച്ച് കൊണ്ടുവരണം. ഇപ്പം എനിക്ക് 1700 ആണ് ഡെയിലി ഒരു കാലറി, ഇത്ര കാലറി 1700 കാലറിയാണ് എൻ്റെ കാലറി ഡെഫിസിറ്റും കൂടി കഴിഞ്ഞിട്ട് വരുന്ന ഇത്രയാണ് ഞാൻ കഴിക്കേണ്ടത്. കാലറി 2200 ആണ് എനിക്ക് വേണ്ടത്. 500 കുറച്ച് കഴിഞ്ഞാൽ 1700. അപ്പോൾ അത്രയാണ് എനിക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കേണ്ടത്, ഇത്ര കാലറിയാണ്. അപ്പോൾ ഞാനൊരു 3000 കാലറി ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് 1700 ഞാൻ വരുന്നത്, ഒന്ന് എൻ്റെ ബോഡി അത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരും. പിന്നെ എൻ്റെ ബോഡി അത് അഡാപ്റ്റ് ആകാൻ പെട്ടെന്ന് നമുക്ക് ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ആകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് വേഗം മടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നോർമലി കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മെല്ലെ 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 കുറച്ചിട്ട് നമ്മൾ എത്ര കാലറി ഡെഫിസിറ്റും കൂടി കഴിഞ്ഞിട്ടുള്ള കാലറിയിലേക്ക് നമ്മൾ എത്തിക്കുക മെല്ലെ മെല്ലെ. ഇതൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ആണല്ലോ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മളെ ബോഡിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് മെല്ലെ മെല്ലെ ചെയ്താൽ മതി. അല്ലാതെ പെട്ടെന്ന് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 1 മന്ത് കൊണ്ട് 10 kgs കുറക്കാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ. കാരണം അത് ചെയ്യാൻ പറ്റുമായിരിക്കാം, ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അതുകൊണ്ട് ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പെർ വീക്ക് ഒരു 1 kg മാക്സിമം, അതാണ് ഹെൽത്തി വെയിറ്റ് ലോസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡയറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാതെ ഗ്രാജ്വലി നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വർക്കൗട്ടിൻ്റെതാണ്. വർക്കൗട്ട് ഇപ്പം 100%, 75% ഡയറ്റ് ആണെങ്കിൽ 25% വർക്കൗട്ട് ഉണ്ട്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. അപ്പോൾ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ആസ് എ കംപ്ലീറ്റ് ബിഗിന്നർ നിങ്ങളൊരു ഫിസിക്കൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് വാക്കിംഗ് ആയിക്കോട്ടെ, സൂംബ ഡാൻസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നോർമലി ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ്. ബട്ട് ഈ ഒരു മന്ത് April 18 ഈ ഒരു വിഷുവിന് മുന്നേ ആയിട്ട് ഞാൻ ജിമ്മ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മന്ത് ബാക്കി ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് എൻ്റെ വർക്കൗട്ട് രീതികൾ എന്ന് ഞാൻ കാണിച്ചു തരും. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താലും മതി. ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. ഒരു പുലർച്ചെ അങ്ങനെ എൻ്റെ ഒരു ചേച്ചി ഞാനും കൂടി നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഞാൻ സൂംബ ഡാൻസും ഒരു ആപ്സിൻ്റെ വർക്കൗട്ടും കൂടി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നടക്കാൻ ഞാൻ എന്തായാലും പോകുന്നത്. സൂംബ ഡാൻസ് നടക്കാൻ പോകാത്ത ദിവസങ്ങളിൽ സൂംബ ഡാൻസും ചെയ്യുന്നുണ്ട്. ബട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് പറ്റുമെന്ന് അറിയില്ല, കാരണം ഞാൻ ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്കത് പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു
എല്ലാം കൂടി ഒരുമിച്ച് അതിൻ്റെ സമയം ഒക്കെ ഒന്ന് കറക്റ്റായി വരണമല്ലോ. രാവിലെ കുറച്ച് പരിപാടികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പം നടക്കാനെങ്കിലും പോകാം, പുറത്തോട്ടേക്ക് വാക്കിങ്ങിനോ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് വാക്കിംഗ് എക്സസൈസ്. യൂട്യൂബിൽ ഇഷ്ടംപോലെ എക്സസൈസ് ഉണ്ട്. സൂംബ ഡാൻസ് ചെയ്യാൻ നിങ്ങൾക്ക്. ഞാൻ സൂംബ ഡാൻസ് ചെയ്യാറുണ്ട്. ഞാൻ യോഗ ചെയ്തിട്ടൊരിക്കൽ വെയിറ്റ് കുറച്ച ഒരാളാണ്. അപ്പോൾ യോഗയോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമോ, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് ചെയ്യുക. ബിക്കോസ് അതൊരു സിമിലർ തോട്ട് പ്രോസസ്സ് ഉള്ള ആൾക്കാർ, ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പം നമ്മൾ കുറച്ചുകൂടി അതിലേക്ക് ഇൻവോൾവ് ആവും. അത് നല്ലതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ജിമ്മിന് നമുക്ക് ബോഡി വെയിറ്റ് ട്രെയിനിങ് ഇസ് മസ്റ്റ്. അപ്പം അത് നമ്മുടെ ബോഡി ഒന്ന് ടോണായി വരാനും ഒക്കത്തിന് വേണ്ടിയിട്ടും വെയിറ്റ് ട്രെയിനിങ് നല്ലതാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വെയിറ്റ് ട്രെയിനിങ് നമുക്ക് പറ്റുന്നത് പോലെ വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷെ അത് ഒരു ജിമ്മിൽ പോകുമ്പം അവിടെ ട്രെയിനർ ഉണ്ടാകും, അവർ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരും. അതിനനുസരിച്ച് അത് കുറച്ച് നല്ലതാണ്. സ്റ്റിൽ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കുറക്കാൻ പറ്റും. ഞാനങ്ങനെ കുറച്ചിട്ടുണ്ട്. ഞാനിപ്പം ഒരു റീസെൻ്റായിട്ട് ആണ് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്കൗട്ട് ചെയ്യാറ്, കുറക്കാറുണ്ട്. ജിമ്മിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോളൊക്കെ ഒരു താളം തെറ്റിപ്പോകും, പിന്നെ വെയിറ്റ് ഗെയിൻ ആകും. അതുകൊണ്ട് മാക്സിമം പറ്റുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ നോക്കുക. വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പം ഇനി തേർഡ് വരുന്നത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മോട്ടിവേഷനൊക്കെ വരും. നമ്മൾ ചെയ്യണം, വെയിറ്റ് ലോസ് വേണം, ഒരു ടാർഗറ്റ് ഇത്ര നോർമൽ റേഞ്ചിൽ, ഇപ്പം ഒരു നോർമൽ വെയിറ്റിലെങ്കിലും എത്തിക്കണം എന്നൊക്കെയുള്ള നമുക്ക് കുറേ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ റീസൺ വാലിഡ് ആണെങ്കിൽ, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം തന്നെ ഞാൻ എൻ്റെ റെക്കോർഡ് വെയിറ്റിലെത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം അത് നോർമൽ വെയിറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹെൽത്തിന് നല്ലതാണ്. എനിക്ക് മെൻ്റലി ഞാൻ കുറച്ച് ഒരു സമാധാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ നോർമൽ വെയിറ്റിലെങ്കിലും എത്തിക്കണം. എൻ്റെ ടാർഗറ്റ് വെയിറ്റ് അതിനും കുറവാണ്, ബട്ട് നോർമൽ വെയിറ്റിലെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് റീസൺ ഉണ്ടോ അതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമുക്ക് ആഗ്രഹം, നമ്മൾ ഇത്ര വെയിറ്റിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടാവും. ഡെയിലി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഫുൾ ത്രൂ ഔട്ട് 30 days മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പറ്റില്ല. ബട്ട് ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഫുഡ് എത്രയൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ കാലറി കൗണ്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ. അപ്പം ഞാനങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളും കുറച്ചും കൂടി എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയി കളയാം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, അതൊരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ബോഡി നമ്മൾ ശ്രദ്ധിക്കുന്ന ഫിറ്റ്നസ്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മാക്സിമം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോർമലി കഴിക്കുന്ന ഫുഡൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക, എത്ര കാലറി ഉണ്ട്. അത് എത്ര കാലറി നിങ്ങൾ ഓരോ മെയിൽസിനും ഫീമെയിൽസിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഇത്ര കാലറിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. പക്ഷെ അത് ഡ്രാസ്റ്റിക് ആയിട്ട് കൊണ്ടുവരണം, മെല്ലിയെ കൊണ്ടുവരാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോഴത്തെ കറൻറ്റ് വെയിറ്റ് നോക്കി വെക്കുക, നിങ്ങളുടെ ഹൈറ്റ് നോക്കി വെക്കുക. ഏജും ഹൈറ്റും വെയിറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് BMI മനസ്സിലാവും. അതിൽ തന്നെ നോർമൽ റേഞ്ച്, നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ ഒബീസ് ആണോ എന്ന് അതിൽ മനസ്സിലാവും. അതിൽ തന്നെ നോർമൽ റേഞ്ച് ഓഫ് വെയിറ്റ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ 71 kg ആണ് വരുന്നത്. 164 ആണ് എൻ്റെ ഹൈറ്റ്. 64, 63 അങ്ങനെയാണ് എൻ്റെ നോർമൽ റേഞ്ച് വരുന്നത്. അപ്പോൾ എനിക്ക് 55 ആണ് ആക്കേണ്ടത്. നോർമൽ റേഞ്ച് 64 ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ കാലങ്ങളുണ്ട്.
അപ്പം നോർമൽ വെയിറ്റിൽ എത്തിയിട്ട് പിന്നെ ഞാൻ 55ലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പം നിങ്ങളും നിങ്ങളുടെ നോർമൽ റേഞ്ച് എത്രയാണെന്ന് നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങളൊരു ടാർഗറ്റ് വെയിറ്റ് സെറ്റ് ആക്കി വെക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. ബട്ട് ഈ ഒരു 30 ഡേയ്സിൽ ആ ഗോളിൽ എത്തിക്കണം എന്നല്ല വിചാരിക്കുന്നത്. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളല്ല. നിങ്ങൾ ഒരു പെർ വീക്ക് ഒരു 1 kg വെച്ചിട്ട് കുറക്കുകയാണെങ്കിൽ 30 ഡേയ്സ് കൊണ്ട് 4 kg വരെ കുറക്കാം. 2 to 4 kg വരെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. അപ്പം അത് മാത്രം മൈൻഡിൽ വെക്കാം. ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കരുത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് മാത്രമേ തരൂ. അതുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കിത് എന്നും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 months കൊണ്ട് 3 months കൊണ്ട് നമുക്ക് 12 kgs വരെ കുറക്കാം. ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുന്നതാണെങ്കിൽ നമുക്കൊരു 3 to 6 months കൊണ്ട് നമ്മുടെ ടാർഗറ്റ് വെയിറ്റിലേക്ക് എത്രയാണോ വേണ്ടത് അത് ടാർഗറ്റ് വെയിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കാലറി ഇതൊക്കെ ചെയ്ത് ഒരു സെൽഫ് അനാലിസിസ്, നിങ്ങൾ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, നിങ്ങൾ ഇപ്പോൾ എത്ര കാലറി കഴിക്കുന്നുണ്ട്, ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എത്ര ഗോൾ സെറ്റ് ചെയ്യാം. എത്ര വെയിറ്റ് വേണം, ഹൈറ്റ് എത്ര വെയിറ്റ് വേണം, പിന്നെ എത്രയൊക്കെ കാലറി കഴിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് അത് ഗ്രാജുവലി കാലറീസ് കുറച്ച് കൊണ്ടുവരിക. വെയിറ്റ് നിങ്ങൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച്, ഒരു നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ, എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ചസ് വരാൻ പറ്റും. മെയിനായിട്ട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഈ ഒരു വെയിറ്റ് ഗെയിൻ വന്നതിന് ശേഷം മര്യാദക്കിടാൻ ഡ്രസ്സില്ല കേസ്. എൻ്റെ ഡ്രസ്സൊക്കെ ടൈറ്റായിട്ടിരിക്കുക. അപ്പം നമ്മൾ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എത്ര ആൾക്കാർ ഇതിൽ പാർട്ടാകും എന്നൊന്നും എനിക്കറിയില്ല. മേ ബി കുറേ ആൾക്കാർ ട്രാൻസ്ഫോർമേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ വരും എന്നാണ് എൻ്റെ ഒരു ധാരണയല്ല, ഞാൻ കൊണ്ടുവരും. അപ്പോൾ അതിന് ശേഷമായിരിക്കും കൂടുതൽ ആൾക്കാരുടെ എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ പാർട്ടാവുക. നമുക്ക് ഒരുമിച്ച് കാലറിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെയിറ്റ് ലോസ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം 30 ഡേയ്സ്. പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓൾ ദി ബെസ്റ്റ് എനിക്കും.